അതുപോലെ തന്നെ മിഷണറി, ഗദ്യം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം. ഭാഷാ കൗടില്യത്തെ കുറിച്ചിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എല്ലാം നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങള് ഭാഷാ കൗടില്യത്തെ കുറിച്ച് പറയാം. ഭാഷാ കൗടില്യത്തെ കുറിച്ച് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഭാഷാ കൗടില്യം എന്ന് പറയുന്നത് എന്തിന്റെ വിവർത്തനാണ്? അത് വിവർത്തനാണെന്ന് ഡയറക്റ്റ് ചോദിക്കാറില്ല. അപ്പൊ അതില് പ്രസ്താവന രൂപത്തിലൊക്കെയാണ് ആ ചോദ്യം വരാറുള്ളത്. അർത്ഥശാസ്ത്രത്തിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാ കൗടില്യം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാ കൗടില്യം. ഇതിന്റെ രചനാകാലം എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടാണ്. 13-ാം നൂറ്റാണ്ടാണ് ഭാഷാ കൗടില്യത്തിന്റെ രചനാകാലം. അപ്പൊ ഇതില് CL ആന്റണി ഭാഷാ കൗടില്യത്തിന്റെ ആ ഒരു ഭാഷാ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾക്ക് വേഗത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ, ഇല്ലെങ്കിൽ ഒന്ന് കേട്ടിരുന്നാ മതി. വ്യാകരണപരമായ തികഞ്ഞ അരാജകത്വവും അവ്യവസ്ഥയുമാണ് അക്കാലത്തിന്റെ പ്രത്യേകത. ഈ വ്യവസ്ഥാരാഹിത്യം ഭാഷാ കൗടില്യത്തിന്റെ വിഭക്തി പ്രത്യയങ്ങൾ, വർണ്ണവികാരങ്ങൾ, പദങ്ങൾ ഇവയുടെ പ്രയോഗത്തിലുടനീളം കാണാം. CL ആന്റണിയുടെ അഭിപ്രായമാണ്. വ്യാകരണപരമായ തികഞ്ഞ അരാജകത്വവും അവ്യവസ്ഥയുമാണ് അക്കാലത്തിന്റെ പ്രത്യേകത. ഏത് കാലത്തിന്റെ? ഈ ഭാഷാ കൗടില്യം രചിച്ച കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥാരാഹിത്യം ഭാഷാ കൗടില്യത്തിന്റെ വിഭക്തി പ്രത്യയങ്ങൾ, വർണ്ണവികാരങ്ങൾ, പദങ്ങൾ ഇവയുടെ പ്രയോഗത്തിലുടനീളം കാണാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? CL ആന്റണിയാണ്. എന്താണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ പ്രത്യേകത? ഭദ്രദീപ പ്രതിഷ്ഠാവൃതമാണ് ഇതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഭദ്രദീപ പ്രതിഷ്ഠാവൃതമാണ്. ഭദ്രദീപ പ്രതിഷ്ഠാവൃതമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അംബരീഷോപാഖ്യാനത്തിലെ വിഷയം എന്ന് പറയുന്നത് ഏകാദശി മാഹാത്മ്യമാണ്. ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് അംബരീഷോപാഖ്യാനത്തിൽ പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത് ഭദ്രദീപ പ്രതിഷ്ഠാ വ്രതമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങള്, ഭാഷാ കൗടില്യം അത് അർത്ഥശാസ്ത്രത്തിന്റെ മലയാള വിവർത്തനമാണ്. പിന്നെ അതിലെ ഭാഷ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ അവ്യവസ്ഥിതമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളെയും കുറിക്കുന്നതാണെന്ന് CL ആന്റണി പറഞ്ഞു. ബ്രഹ്മാണ്ഡ പുരാണം ഭദ്രദീപ പ്രതിഷ്ഠാവൃതമാണ്. അതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് അംബരീഷോപാഖ്യാനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യമാണ്. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ മാഷെ? ഇനിയിപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? 7:30 ആയല്ലോ. ഇവിടെ എല്ലാരും എഴുതാനെല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല, നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഇട്ടിട്ടുണ്ട്. ശാസനങ്ങൾ, ഭരണാധികാരി. അതില് ശാസനങ്ങളില് വാഴപ്പിള്ളി ശാസനം, തരിസാപ്പിള്ളി ശാസനം, ചെപ്പേട്, അവിട്ടത്തൂർ ശാസനം, തിരുനെല്ലി ശാസനം. ഭരണാധികാരികളുടെ പേരെന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്? സ്ഥാണുരവി, രാജശേഖരൻ, ഭാസ്കര, രവി ഒന്നാമൻ, കോതരവി. അങ്ങനെ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം അല്ലെ? അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്ക് അറിയുമായിരിക്കും ആരാണ് വാഴപ്പിള്ളി ശാസനത്തിന്റെ അതിലെ ഏത് ഭരണാധികാരിയാണ്? രാജശേഖരൻ. വെരി ഗുഡ്, രാജശേഖരനാണ്. തരിസാപ്പിള്ളി ശാസനോ? സ്ഥാണുരവി. അവിട്ടത്തൂർ ശാസനം? അവിട്ടത്തൂർ ശാസനം കോതരവി. തിരുനെല്ലി ശാസനം?
ഭാസ്കരരവി ഒന്നാമൻ. ഭാസ്കരരവി ഒന്നാമൻ. അപ്പം എഴുതി എടുക്കാൻ ഉള്ളവർ എഴുതിയെടുത്തോളൂ. വാഴപ്പിള്ളി ശാസനം രാജശേഖരൻ, തരിസാപ്പിള്ളി ശാസനം സ്ഥാണുരവി, അവിട്ടത്തൂർ ശാസനം കോതരവി, തിരുനെല്ലി ശാസനം ഭാസ്കരരവി ഒന്നാമൻ. തിരുനെല്ലി ശാസനം ഭാസ്കരരവി ഒന്നാമൻ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. ശാസനങ്ങളും അതിന്റെ ഭരണാധികാരികളുടെയും പേരുകൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ശാസനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. നമുക്കറിയാം വാഴപ്പിള്ളി ശാസനം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ശാസനം അല്ലെ. ഏറ്റവും പഴക്കമുള്ള ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. ഏറ്റവും പഴക്കമുള്ള ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. ഇത് AD 832 രചിക്കപ്പെട്ട ശാസനമാണ്. AD 832. വാഴപ്പിള്ളി ശാസനം ഏറ്റവും പ്രാചീനമായതാണ്. AD 832 ഇത് ആരാണ്, ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? രാജശേഖരന്റെ, ചേര രാജാവായിട്ടുള്ള രാജശേഖരന്റെ 12ാം ഭരണവർഷത്തിൽ രചിക്കപ്പെട്ട ശാസനമാണ് വാഴപ്പിള്ളി ശാസനം എന്ന് പറയുന്നത്. ഇത് ഓം നമഃശിവായ എന്നാരംഭിക്കുന്ന ശാസനമാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. വാഴപ്പിള്ളി ശാസനം ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസനം. അതിന്റെ ഭരണാധികാരി ആരാണ്? രാജശേഖരൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമുണ്ട്. രാജശേഖരന്റെ വിശേഷണം, രാജശേഖരനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പരവേശ ഭട്ടാരകൻ. ഇതില് ഈ വാഴപ്പിള്ളി ശാസനത്തില് രാജശേഖരനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പരവേശ ഭട്ടാരകൻ എന്നാണ്. പരവേശ ഭട്ടാരകൻ. രാജശേഖരനെ വാഴപ്പിള്ളി ശാസനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പരവേശ ഭട്ടാരകൻ എന്നാണ്. സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് കണ്ടെത്തിയത്? TA ഗോപിനാഥ റാവുവും ശ്രീനിവാസ ശാസ്ത്രിയും ചേർന്നിട്ടാണ് കണ്ടെത്തിയത്. TA ഗോപിനാഥ റാവുവും ശ്രീനിവാസ ശാസ്ത്രിയും ചേർന്നിട്ടാണ് ഇത് കണ്ടെത്തിയത്. TA ഗോപിനാഥ റാവുവും ശ്രീനിവാസ ശാസ്ത്രിയും ചേർന്നിട്ടാണ് വാഴപ്പിള്ളി ശാസനം കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തത് തരിസാപ്പിള്ളി ശാസനം. തരിസാപ്പിള്ളി ശാസനത്തിന്റെ കാലം എത്രയാണ്? AD 849. AD 849 തരിസാപ്പിള്ളി ശാസനം. താണുരവി. അടിമ വ്യാപാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പിള്ളി ശാസനം. അടിമ വ്യാപാരത്തെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നത് അടിമ വ്യാപാരം. അതുപോലെ നാടുവാഴികളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണ്. നാടുവാഴികളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണ്. നാടുവാഴികളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണ് തരിസാപ്പിള്ളി ശാസനം. ഇതാരാണ് പ്രസിദ്ധീകരിച്ചത്? ഹെർമൻ ഗുണ്ടർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. മെക്കാളെ പ്രഭുവിന്റെ ശ്രമഫലമായി ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച ശാസനമാണ് തരിസാപ്പിള്ളി ശാസനം. മെക്കാളെ പ്രഭുവിന്റെ ശ്രമഫലമായി ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച ശാസനമാണ് തരിസാപ്പിള്ളി ശാസനം. ഇനി അടുത്തൊരു ശാസനത്തിലേക്ക് നോക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. അങ്ങനെ ആവുമ്പോൾ മറ്റുള്ള ക്വസ്റ്റ്യനും അതിന്റെ വിശദീകരണവും പറയാനുള്ള സമയം നമുക്ക് കിട്ടില്ല. ശാസനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഹജ്ജൂർ ശാസനം. ഹജ്ജൂർ ശാസനം കരുനന്തടക്കനാണ് പുറപ്പെടുവിച്ചത്. കരുനന്തടക്കൻ. ഇതിന്റെ മറ്റൊരു പേര് പാർത്ഥിവപുരം ശാസനം എന്നാണ്. പാർത്ഥിവപുരം ശാസനം.
ഇതില് കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ഇത് ഹജൂർ ശാസനം. ഹജൂർ ശാസനം ആരാണ് പുറപ്പെടുവിച്ചത്? കരുനന്ദടക്കൻ. ഇതിന്റെ മറ്റൊരു പേര് പാർത്ഥിവപുരം ശാസനം. കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കാന്തളൂർ ശാലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നെ പാലിയം ശാസനം. പാലിയം ശാസനത്തിന്റെ മറ്റൊരു പേരെന്താണ്? അറിയോ ആർക്കെങ്കിലും? പാലിയം ശാസനത്തിന്റെ ശ്രീമൂലവാസം ചെപ്പേട്. ശ്രീമൂലവാസം ചെപ്പേട്. ഇത് കണ്ടെത്തിയത് ടി എ ഗോപിനാഥ റാവു ആണ്. ടി എ ഗോപിനാഥ റാവു ആണ് കണ്ടെത്തിയത്. ആരാണിത് പുറപ്പെടുവിച്ചത്? ആരുടെ കാലത്താണിത്? അറിയോ? ആയി രാജാവായ വിക്രമാദിത്യ വരഗുണനാണ് ഈ ശാസനം പുറപ്പെടുവിച്ചത്. ഇത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ശ്രീമൂലവാസം എന്ന സ്ഥലം ബുദ്ധക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ശാസനമാണ് പാലിയം ശാസനം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡായി പോകുന്നുണ്ട്? ഇല്ല, പറ്റുന്നുണ്ട്. പാലിയം ശാസനം ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്നു. ടി എ ഗോപിനാഥ റാവു കണ്ടെത്തി. അതുപോലെ തന്നെ ആയി രാജാവായ വിക്രമാദിത്യ വരഗുണനാണ് പുറപ്പെടുവിച്ചത്. പിന്നെ വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് MGS നാരായണനാണ് വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് അവിട്ടത്തൂർ ശാസനം. അവിട്ടത്തൂർ ശാസനം ആരാണ്? കോതരവിയുടെ കാലത്താണ് പുറപ്പെടുവിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവിട്ടത്തൂർ ശാസനവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യം എന്ന് പറയുന്നത് കടാങ്കാട്ട് കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമേത്? അത് അവിട്ടത്തൂർ ശാസനമാണ്. കടാങ്കോട്ട് കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം അവിട്ടത്തൂർ ശാസനം. കടാങ്കോട്ട് കച്ചത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് അവിട്ടത്തൂർ ശാസനം. ചോക്കൂർ ശാസനം. അടുത്തത് ചോക്കൂർ ശാസനം ഗോദരവി പുറപ്പെടുവിച്ചു. ദേവദാസികളെ പരാമർശിക്കുന്നതാണ്. ഗോദരവി പുറപ്പെടുവിച്ചു, ദേവദാസികളെ പരാമർശിക്കുന്നതാണ്. അതുപോലെ ക്ഷേത്ര നർത്തകിയായ നങ്ങയെ കുറിച്ച് പരാമർശമുള്ള ശാസനമാണ്. ക്ഷേത്ര നർത്തകിയായ നങ്ങയെ കുറിച്ച് പരാമർശമുള്ള ശാസനമാണ് ഏത് ശാസനം? ചോക്കൂർ ശാസനം. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ശാസനം എന്ന് പറയുന്നത് മാമ്പിള്ളി ശാസനമാണ്. മാമ്പിള്ളി ശാസനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അറിയുന്നവർ പറഞ്ഞോ. ആദ്യമായി രേഖപ്പെടുത്തിയ കൊല്ലവർഷം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് മാമ്പിള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം. കൊല്ലവർഷം 149. കൊല്ലവർഷം 149. ഇത് കീഴാറ്റിങ്ങലിലുള്ള മാമ്പിള്ളി മഠത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മാമ്പിള്ളി ശാസനം എന്നുള്ള പേര് വന്നത്. ശ്രീ വല്ലഭൻ ഗോതയുടെ കാലത്താണ് അല്ലെ? ശ്രീ വല്ലഭൻ ഗോതയാണ് മാമ്പിള്ളി ശാസനം പുറപ്പെടുവിച്ചത്. ശ്രീ വല്ലഭൻ ഗോത. ഇത് പത്മനാഭപുരം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മാമ്പിള്ളി ശാസനം സൂക്ഷിച്ചിരിക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. ജൂതശാസനം. അടുത്തത് ജൂതശാസനം. ജൂതശാസനം മട്ടാഞ്ചേരി, ചേന്നമംഗലം, പറവൂർ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെത്തിയ ശാസനമാണ് ജൂതശാസനം. മട്ടാഞ്ചേരി, ചേന്നമംഗലം, പറവൂർ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെത്തിയ ശാസനമാണ് ജൂതശാസനം എന്ന് പറയുന്നത്. മഹോദയപുരത്ത് വെച്ച് ജോസഫ് റബ്ബാനെ പലവിധ ഉടമസ്ഥാവകാശങ്ങളും ആനുകൂല്യങ്ങളും
72 അവകാശങ്ങൾ ഉൾപ്പെട്ട 5 വണ്ണം സ്ഥാനവും അനുവദിച്ചു കൊടുക്കുന്ന ശാസനമാണ് ജൂതശാസനം. ഒന്നും കൂടി പറയാം. മഹോദയപുരത്ത് വെച്ച് ജോസഫ് റബ്ബാനെ പലവിധ ഉടമസ്ഥാവകാശങ്ങളും ആനുകൂല്യങ്ങളും 72 അവകാശങ്ങൾ ഉൾപ്പെട്ട 5 വണ്ണം സ്ഥാനവും അനുവദിച്ചു കൊടുക്കുന്ന ശാസനമാണ് ജൂതശാസനം. അപ്പൊ ശാസനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ശാസനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ശാസന ഭാഷയെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ശാസന ഭാഷയെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ. ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെയാണ്? അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെയാ? അപ്പൊ ഞാൻ പറയാം. ഗുണ്ടർട്ട്, വില്യം ലോഗൻ, കാൽഡ്വെൽ, പാശ്ചാത്യ പണ്ഡിതരായിട്ടുള്ള 3 പേരാണ് ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഏതോ ഒരു നെറ്റ് പരീക്ഷയില് ഇത് ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതരുടെ ഗണം എന്ന് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഓർത്തു വെക്കുക, ശാസന ഭാഷ തമിഴാണെന്ന് വളരെ നല്ല രീതിയിൽ ഉറപ്പിച്ച് പറഞ്ഞത് പാശ്ചാത്യ പണ്ഡിതരാണ്. ഗുണ്ടർട്ട്, വില്യം ലോഗൻ, കാൽഡ്വെൽ. ഗുണ്ടർട്ട്, വില്യം ലോഗൻ, കാൽഡ്വെൽ. ഇനി അടുത്തൊരു അഭിപ്രായം ശാസന ഭാഷയുമായി ബന്ധപ്പെട്ട് മധ്യകാലത്തിന് മുമ്പുള്ള, എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ, മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് ശാസനങ്ങളിലെ ഭാഷ. മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് ശാസനങ്ങളിലെ ഭാഷ. ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? LVR ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. LV രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിന്റെ ഏത് കൃതിയിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്നറിയോ? ഇവാലുവേഷൻ ഓഫ് മലയാളം മോർഫോളജി. ഇവാലുവേഷൻ ഓഫ് മലയാളം മോർഫോളജി. എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. അപ്പൊ അടുത്തൊരു അഭിപ്രായം, ഇത് എഴുതിയെടുത്തോ, ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ. ഇനി അടുത്തൊരു അഭിപ്രായം നോക്കാം. 10ാം ശതകത്തിന് മുമ്പ് ഉരുത്തിരിഞ്ഞ ദേശഭാഷാ ഘടകങ്ങളുടെ സ്വാധീനത മൂലം തമിഴിൽ നിന്ന് പരിവർത്തന വിധേയമായതാണ് ശാസന ഭാഷ. അഭിപ്രായപ്പെട്ടത് AC ശേഖർ. 10ാം ശതകത്തിന് മുമ്പ് ഉരുത്തിരിഞ്ഞ ദേശഭാഷാ ഘടകങ്ങളുടെ സ്വാധീനത മൂലം തമിഴിൽ നിന്ന് പരിവർത്തന വിധേയമായതാണ് ശാസന ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് AC ശേഖർ. AC ശേഖറിന്റെ പുസ്തകത്തിന്റെ പേരറിയോ? എവല്യൂഷൻ ഓഫ് മലയാളം. അപ്പം വലിയ പേരുള്ളത് LVRന്റെ പുസ്തകത്തിനാണ് അല്ലെ. എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി LVR. AC ശേഖറിന്റേത് എവല്യൂഷൻ ഓഫ് മലയാളം. ശാസന ഭാഷ തമിഴില് ചെന്തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളമാണ്. ശാസന ഭാഷ ചെന്തമിഴാണ്. തമിഴ് ചെന്തമിഴ് എന്ന് വേർതിരിച്ചുകൊണ്ടാണ് കേട്ടോ ഇദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത്.
അപ്പൊ അത് ഓർത്ത് വെക്കുക. ശാസന ഭാഷ തമിഴ്, ചെന്തമിഴ് എന്ന് പറഞ്ഞത് ഇളംകുളം. അതുപോലെ കരിന്തമിഴാണ് ശാസനത്തിലെ ഭാഷ എന്ന് പറഞ്ഞത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ്. കരിന്തമിഴാണ് ശാസനങ്ങളിലെ ഭാഷ എന്ന് പറഞ്ഞത് AR രാജരാജവർമ്മയാണ്. ഇത്രയും കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി. സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അടുത്തത് മിഷണറി ഗദ്യമാതൃകകൾ രചനാകാലം അനുസരിച്ചുള്ള ശരിയായ ഗണം. മിഷണറി ഗദ്യമാതൃകകൾ രചനാകാലം അനുസരിച്ചുള്ള ശരിയായ ഗണം. ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം, ബി ജ്ഞാനമുത്തുമാല, സി വേദതർക്കം, ഡി വർത്തമാന പുസ്തകം, ഇ ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ എന്താണ്? കാലക്രമത്തിൽ എഴുതാനാണ് വന്നിട്ടുള്ളത്. നെറ്റിന്റെ ഏത് ക്വസ്റ്റ്യൻ, നെറ്റിന്റെ ആണെങ്കിലും സെറ്റിന്റെ ആണെങ്കിലും ഏത് പരീക്ഷയുടെ ആണെങ്കിലും ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കാലഗണനാക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, ഒരുപാട് വരാറുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോ ഈ OMR എക്സാം കുറച്ച് മുമ്പ് നെറ്റ് നടത്തിയിരുന്നു അല്ലെ, NTA നടത്തിയിരുന്നു. അത് ക്യാൻസൽ ചെയ്ത ഒരു എക്സാം ആണ്. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയപ്പോ കാലഗണനാ ക്രമത്തിൽ അല്ലെങ്കിൽ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് 21 ചോദ്യങ്ങളാണ് വന്നത്. അപ്പൊ ഓരോ പരീക്ഷയിലും കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ മിഷണറി ഗദ്യവുമായിട്ട് ബന്ധപ്പെട്ടത്, പത്രവുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ നോവലുമായിട്ട് ബന്ധപ്പെട്ടത്, കഥകളുമായിട്ട് ബന്ധപ്പെട്ടത്, വ്യാകരണ ഗ്രന്ഥങ്ങളുടെ വിഷയക്രമവുമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ സാഹിത്യചരിത്രത്തിന്റെ കാലക്രമവുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ രീതിയിൽ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം നമുക്കിത് നോക്കാം, ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കാം. ആദ്യത്തത് ഏതാണ്? ഇതിൽ ആദ്യം രചനാകാലം ഏറ്റവും ആദ്യം രചിച്ചത് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് 1678. 1678 ഹോർത്തൂസ് മലബാറിക്കസ് 1678. സംക്ഷേപ വേദാർത്ഥം രണ്ടാമത്തത്. സംക്ഷേപ വേദാർത്ഥം വർഷം 1772. 1772. ജ്ഞാനമുത്തുമാല 1784. ഹോർത്തൂസ് മലബാറിക്കസ് 1678. സംക്ഷേപ വേദാർത്ഥം 1772. ജ്ഞാനമുത്തുമാല 1784. വർത്തമാന പുസ്തകം 1786. അതിനു മുമ്പ് വേദതർക്കമുണ്ട്. വേദതർക്കം എത്രയാണ് വർഷം? 1768. വേദതർക്കം 1768. വർത്തമാന പുസ്തകം 1786. വർത്തമാന പുസ്തകം 1786. ഇത് അച്ചടിക്കുന്നത് 1936. വർത്തമാന പുസ്തകം അച്ചടിക്കുന്നത് 1936. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇനി അത് എഴുതിയത് എപ്പോഴാണ് മാം? ഏത് വർത്തമാന പുസ്തകം? വർത്തമാന പുസ്തകം എഴുതിയത് 1786. ഇത് പ്രസിദ്ധീകരിച്ചത് 1936. 1786 അത് രചിച്ചത്. 1936 വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പിന്നെ അതിന്റെ കൂടെ തന്നെ 1-2 പുസ്തകങ്ങളുടെ പേരുകളും കൂടി ഞാൻ പറഞ്ഞു പോവാം. ഇതൊന്നും കൂടി ആവർത്തിക്കാം. ആദ്യത്തത് ഹോർത്തൂസ് മലബാറിക്കസ് 1678. സംക്ഷേപ വേദാർത്ഥം 1772. ജ്ഞാനമുത്തുമാല 1784. വർത്തമാന പുസ്തകം, ഞാൻ വർഷം പറഞ്ഞത് ആ ക്വസ്റ്റ്യനിലെ ഓർഡർ കൃത്യമല്ല.
ഒന്നും കൂടി പറയാം. ഹോർത്തൂസ് മലബാറിക്കസ് 1678, സംക്ഷേപ വേദാർത്ഥം 1772, വേദതർക്കം 1768, ജ്ഞാനമുത്തുമാല 1784, വർത്തമാന പുസ്തകം 1786. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ 1-2 പേരും കൂടി പറയാം. അടകിയ മലബാറിക്ക, അടകിയ മലബാറിക്കയുടെ വർഷം 1791. 1791. സത്യവാദഖേടം 1861. സത്യവാദഖേടം 1861. അടകിയ മലബാറിക്ക 1791, സത്യവാദഖേടം 1861.